നമസ്കാരം. ഓണക്കാലത്ത് നമുക്കൊരു വില കുറഞ്ഞൊരു കൊട്ടാരം വീട് സ്വന്തമാക്കിയാലോ? 34 സെന്റ്, 6000 സ്ക്വയർ ഫീറ്റ്, 8 ബെഡ്റൂം. പോകാം വീഡിയോയിലേക്ക്. അപ്പം നല്ലൊരു ലക്ഷറി ഹൗസൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ല ഒന്നാന്തരം പ്രോപ്പർട്ടിയാണ്. ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു, 37 സെന്റ് സ്ഥലം, 6000 സ്ക്വയർ ഫീറ്റ്, 4, 5, 6, 8, 10, 20 എത്ര കാറ് വേണോ അനായാസേന പാർക്ക് ചെയ്യാനും കണ്ടെയ്നർ ലോറി പോലും വന്നു പോകാൻ പറ്റുന്ന നല്ല വൈഡ് ആയിട്ടുള്ള റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള നല്ല ഒന്നാന്തരം കരഭൂമിയായിട്ടുള്ള പ്രോപ്പർട്ടി. ഈ പ്രോപ്പർട്ടി ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് നല്ലൊരു ഹൈറ്റിലുള്ള പ്രോപ്പർട്ടിയാണ്. അതുപോലെ തന്നെ റോഡ് ലെവലായിട്ടുള്ള നല്ല ടാർ റോഡ്, നല്ല വൈഡ് ആയിട്ടുള്ള ടാർ റോഡായിട്ടുള്ള പ്രോപ്പർട്ടി. ഈ സൈഡിലേക്ക് ഒരു ഗോഡൗൺ പോലത്തെ സാധനം ഉണ്ട്. അവിടെ തന്നെ നമുക്ക് 4, 5 കാർ പാർക്കിംഗ് നമുക്ക് അവിടെ ചെയ്യാൻ പറ്റും. ഈ സൈഡിലേക്ക് കാർ പാർക്ക് ചെയ്യാൻ പറ്റും. ഇനി നമുക്ക് 3, 4 വീട് വയ്ക്കണമെങ്കിൽ സെപ്പറേറ്റ് റോഡ് ഫ്രണ്ടേജ് ആയിട്ട് നമുക്ക് നല്ല ഒന്നാന്തരം ഫലവൃക്ഷ തൈകളോടുള്ള നല്ല അടിപൊളി പ്രോപ്പർട്ടി. മാവ്, പ്ലാവ്, തെങ്ങ്, റംബുട്ടാൻ എന്ന് വേണ്ട എന്തൊക്കെ തരം ഫലവൃക്ഷങ്ങളുണ്ടോ അതെല്ലാം നല്ല കായ്ച്ച് ഫലമായി കിടക്കുന്ന ഒരു കണ്ണായ സ്ഥലം. അപ്പോൾ ഏകദേശം 3 നിലകളിലായിട്ട് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു കൊട്ടാരം വീട്. അതാണ് നമ്മുടെ വീഡിയോ. നമുക്ക് ഏകദേശം ഗേറ്റ് കഴിഞ്ഞ് നമുക്ക് ഈ സൈഡിലേക്ക് ഇങ്ങനെ കയറി വന്നിട്ട് റൈറ്റിലേക്ക് തിരിയുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കാർ പാർക്കിംഗ് ആയിട്ട് ഒരു ഗോഡൗൺ കൊടുത്തൊരു സ്പേസ് ഉണ്ട്. ഇവിടെ ഏകദേശം 3 ബെഡ്റൂമോട് കൂടിയിട്ടാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇതുവഴി നമുക്ക് മുകളിലത്തെ ഫ്ലോറിൽ കയറി കഴിഞ്ഞാൽ അവിടെ ഏകദേശം 3 ബെഡ്റൂം. അപ്പോൾ ടോട്ടൽ 6 ബെഡ്റൂമായി. അതിൻ്റെ ടോപ്പിലേക്ക് 2 ബെഡ്റൂം. ടോട്ടൽ 8 ബെഡ്റൂമാണ് ഞാൻ പറഞ്ഞു. 8 ബെഡ്റൂമും അറ്റാച്ച്ഡ് ബാത്റൂം കൂടിയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഗേറ്റിൽ നിന്ന് ലെഫ്റ്റിലേക്ക് ആ സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞു അവിടെ ഗ്രൗണ്ട് ഫ്ലോർ ആയിട്ട് നമുക്ക് ഏകദേശം സ്ട്രൈറ്റ് ആയിട്ട് കയറി വരികയാണെങ്കിൽ വീടിൻ്റെ ഫ്രണ്ടേജ് ആയിട്ടുള്ള പ്രോപ്പർട്ടിയിലേക്കാണ് കയറി വരുന്നത്. അതിമനോഹരമായ രീതിയിലേക്കുള്ള ഗാർഡനിങ് ഏരിയയുള്ള പ്രോപ്പർട്ടി. ഏകദേശം 15 വർഷമാണ് ഇതിൻ്റെ പഴക്കമെന്ന് പറയുന്നത്. ഒരുവിധം എല്ലാ തരത്തിലുള്ള ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ ഉണ്ട്. ഇനി നമുക്ക് കുറച്ച് റിനോവേഷനൊക്കെ ചെയ്ത് താമസിക്കുന്നവർക്ക്, നല്ല ലക്ഷറി ഹൗസൊക്കെ പ്ലാൻ ചെയ്യുന്നവർക്ക് എന്തുകൊണ്ടും നന്നായിട്ട് ചെയ്തെടുക്കാൻ പറ്റും. നല്ല ഒന്നാന്തരം ചുടുകല്ലിലും തേക്കിലും പണി ചെയ്തിട്ടുള്ള നല്ല പ്രൈവസിയൊക്കെ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു കാമൻ ക്വൈറ്റായിട്ടുള്ള ഏരിയയൊക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എന്തുകൊണ്ടും പർച്ചേസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോപ്പർട്ടി എന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. നമുക്ക് ഏകദേശം ഫ്രണ്ടിലേക്ക് കയറി വരുമ്പോൾ ഇവിടെ നമുക്ക് കാർ പാർക്കിങ്ങിൻ്റെ സ്പേസ് ഉണ്ട്. ഇവിടെ വേണമെങ്കിലും കാർ പാർക്കിംഗ് ചെയ്യാം. അവിടെ നമുക്ക് എത്ര വേണമെങ്കിലും പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഇവിടെയും നമുക്ക് ഏകദേശം കുറച്ചുകൂടി ഹൈറ്റ് ചെയ്തൊക്കെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെയൊക്കെ നല്ല രീതിയിലേക്കുള്ളൊരു ഗാർഡനിങ് ഏരിയയും സ്വിമ്മിംഗ് പൂളും ഒക്കെ ചെയ്യാനുള്ള അനേകമായ സാധ്യതകളുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് അല്ലെങ്കിൽ ട്രിവാൻഡ്രം കോർപ്പറേഷനകത്ത് ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒരുപാട് ഫലവൃക്ഷ തൈകളൊക്കെ വയ്ക്കുന്നവർക്കും പ്രൈവസി ആഗ്രഹിക്കുന്നവർക്കൊക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി ഞാൻ ആദ്യമേ പറഞ്ഞു. അകത്തേക്ക് കയറുമ്പോൾ തന്നെ ഏകദേശം സിറ്റ് ഔട്ട് ഏരിയ എന്നുള്ള നല്ല വൈഡ് ആയിട്ടുള്ള സിറ്റ് ഔട്ട് ഏരിയ കൊടുത്തിട്ടുള്ളത്. ഏകദേശം മൊസൈക്കാണ് ഇതിൻ്റെ ഫ്ലോർ കംപ്ലീറ്റ് ചെയ്തിട്ടുള്ളത്. ഈ കാണുന്ന തടികൾ കംപ്ലീറ്റും തേക്കും തടിയിലും അതുപോലെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ചുടുകല്ലുമാണ് ഈ കംപ്ലീറ്റ് ആയിട്ടും ഈ വീട് നിർമ്മിച്ചിരിക്കുന്നത്. കൺസ്ട്രക്ഷൻ്റെ കാര്യത്തിൽ യാതൊരു കോംപ്രമൈസും ഇല്ല. നല്ല ഒന്നാന്തരം ക്വാളിറ്റിയിൽ കൺസ്ട്രക്ഷൻ ചെയ്ത ഒരു വീട് കൂടിയാണ് ഈ വീട്. അകത്തേക്ക് കയറുമ്പോൾ ലക്ഷറി ഹൗസ് എന്ന് പറഞ്ഞാൽ അക്ഷരാർത്ഥത്തിൽ ലക്ഷറി ഹൗസാണ് കേട്ടോ. അകത്തേക്ക് കയറുമ്പോൾ നല്ല വൈഡ് ആയിട്ടുള്ള ഒരു ലിവിങ് സ്പേസാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ഏത് രീതിയിൽ ഇന്ത്യയിൽ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റുന്ന രീതിയിലൊക്കെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ എന്നാണ്. ഇന്നത്തെ കാണുന്ന പ്രീമിയം വീട് അല്ലെങ്കിൽ ലക്ഷറി ഹൗസൊക്കെ നമുക്ക് ഏത് രീതിയിലും സെറ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ബിൽഡ് ക്വാളിറ്റിയോട് കൂടിയിട്ടുള്ള ഒരു പ്രോപ്പർട്ടി ആയതുകൊണ്ട് തന്നെ നമുക്കെടുത്ത് റിനോവേഷൻ ചെയ്ത് കൊടുക്കുന്നവർക്കോ അല്ലെങ്കിൽ സ്ഥിരതാമസമാക്കുന്നവർക്കോ ഇവിടുത്തെ ഒരു വൈബ് എന്ന് പറയുന്നത് ഇവിടുത്തെ ഒരു ലൊക്കേഷനാണ് കേട്ടോ. നല്ല പ്രീമിയം ലൊക്കേഷൻ. അതായത് ഞാൻ നേരത്തെ പറഞ്ഞു പറയാം, നല്ലൊരു പീസ്ഫുൾ ഏരിയ ആണ്. ഇതിനകത്തൊരു റിവറൊക്കെ ഇതിൻ്റെ സൈഡിൽ കൂടെ പോകുന്നുണ്ട്. അതൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു ടൂറിസ്റ്റ് പ്ലേസ് കൂടിയാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ വേറൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന് തൊട്ടടുത്ത് വളരെ നിയറസ്റ്റ് ആയിട്ട് ഒരു ഭയങ്കരമായ ഒരു ടൂറിസം കേന്ദ്രീകരിച്ച ഒരു ഡെവലപ്മെൻറ്റ് വരുന്നുണ്ട്. ഓൾമോസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഏകദേശം സ്റ്റാർട്ടിംഗ് സ്റ്റേജിലായിരിക്കുന്നതുകൊണ്ട് തന്നെ ഒരു ഗസ്റ്റ് ഹൗസ് ആയിട്ടൊക്കെ കൊടുക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, റെൻറ്റ് ജനറേറ്റ് അഗ്രഹിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് എടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ നല്ല കിട്ടിലൊരു പ്രോപ്പർട്ടിയാണ് കേട്ടോ. ലിവിംഗ് സ്പേസിൽ നിന്ന് നമ്മൾ ഏകദേശം ഡൈനിങ് സ്പേസിലേക്ക് നമ്മൾ മുകളിലേക്ക് കയറാതിന് ശേഷം 3-4 സ്റ്റെപ്പ് കൊടുത്തിട്ടുണ്ട്. അത് നമ്മൾ കയറി വരുമ്പോൾ നല്ല പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു ഹോൾ ഏരിയയിലേക്കാണ് ചെല്ലുന്നത് കേട്ടോ. ഹോൾ ഏരിയ എന്ന് പറഞ്ഞാൽ ഒരു പീസ്ഫുൾ ഏരിയയാണ്. കാരണം ഈ ഹോൾ ഏരിയയിൽ നിന്നാണ് നമുക്ക് ഏകദേശം ഈ ലെഫ്റ്റ് സൈഡിലേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഒരു നല്ലൊരു ബാൽക്കണി ഏരിയ ഉണ്ട്. ആ ബാൽക്കണി ഏരിയയിൽ നിന്നേക്ക് നമുക്ക് ഏകദേശം കണ്ടില്ലേ ഒരു കിട്ടില്ല ഒരു ഏരിയ ആണ് കേട്ടോ. ഈ ബാൽക്കണി ഏരിയ നിന്നാൽ മതി. ഈ വീട്ടിലേക്ക് ആര് വന്നാലും നമുക്ക് ഇവിടെ നിന്ന് നമുക്ക്
കാണാൻ പറ്റുന്ന നല്ല വ്യൂ ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണ് ഈ പ്രോപ്പർട്ടി. ഫസ്റ്റ് ഫ്ലോറിലെ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നല്ല വൈഡ് ആയിട്ടുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്റീരിയലൊക്കെ നമ്മൾ കുറച്ച് കൂടിയൊക്കെ ചെയ്തെടുക്കാനുണ്ട്. ഇന്നത്തെ മോഡേൺ രീതിയിലുള്ള ഇന്റീരിയൽ ഒന്നുമല്ല, കുറച്ച് മെയിൻ്റെനൻസ് ഉണ്ടെന്ന് ഞാൻ ആദ്യമേ തന്നെ പറഞ്ഞു. സ്റ്റോറേജ് സ്പേസുകളുടെ കാര്യത്തിൽ യാതൊരു തടസ്സവുമില്ല. എല്ലാം ഒന്നാം തരം തേക്കും തടി തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി മുകളിലൊക്കെ നമുക്ക് ഒരുപാട് ഇന്റീരിയൽ ഡിസൈനൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ആ സൈഡിലേക്ക് ഒരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. എല്ലാ ബെഡ്റൂമുകളും അറ്റാച്ച്ഡ് ബാത്റൂം കൂടി തന്നെ കൊടുത്തില്ല. ബാത്റൂമിന്റെ സൈസിലേക്ക് ബെഡ്റൂമിൽ നിന്ന് ബാത്റൂമിലേക്ക് കയറുമ്പോൾ ബാത്റൂമിന്റെ സൈസ് നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസാണ്. എല്ലാം നല്ല ഒന്നാം തരം കമ്പനി ക്വാളിറ്റി സാധനങ്ങൾ തന്നെയാണ് ഫിറ്റ് ചെയ്തിരിക്കുന്നത്. പിന്നെ ടൈൽസ് ഒക്കെ കുറച്ചൊക്കെ മാറ്റി നമ്മൾ കുറച്ച് റിനോവേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ വേറെ ലെവലാക്കി മാറ്റാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ്. അപ്പോൾ ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ഈ സൈഡിലേക്ക് നല്ലൊരു വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട്. അതൊക്കെ കുറച്ച് ഓൾഡ് ടൈപ്പ് ആണെന്നേ ഉള്ളൂ, പക്ഷെ നല്ല സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു തടസ്സവുമില്ല. ആ വാഷ് ബേസിന്റെ സൈഡിലായിട്ട് നമുക്കൊരു കോമൺ ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗസ്റ്റ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലേക്കുള്ള നല്ല സ്ഥല സൗകര്യത്തോടു കൂടിയിട്ടുള്ള ടോയ്ലറ്റ് കൊടുത്തിട്ടുണ്ട്. അവിടെ നിന്ന് നമ്മൾ ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ ബെഡ്റൂം സൈസ് എന്ന് പറയുന്നത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിരിക്കുന്നത്. ബെഡ്റൂമിനകത്തേക്ക് കയറുമ്പോൾ ഇന്ത്യൻ ഡിസൈൻ ഒന്നും അധികം ചെയ്തിട്ടില്ല, എന്നാൽ സ്റ്റോറേജ് സ്പേസുകളെല്ലാം ചെയ്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് ബാത്റൂമിന്റെ ഏരിയ കൊടുത്തിട്ടുണ്ട്. ബാത്റൂമിലേക്ക് കയറുമ്പോൾ തന്നെ നമുക്ക് വാഷിംഗ് ആയിട്ടുള്ള ഒരു ഏരിയ, ഒരു വാഷ് ബേസിനൊക്കെ സൈഡ് ലെഫ്റ്റ് സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. റൈറ്റ് സൈഡിലേക്ക് പോയി കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു ബാത്റൂമാണ്. അത് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഈ പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഈ ഒരു ബെഡ്റൂമിന്റെ വേറെ അഡ്വാൻറ്റേജ് ചെയ്തത് ബാൽക്കണി ഏരിയ, നാച്ചുറൽ ബാൽക്കണി ഏരിയ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ എടുക്കാൻ പറ്റും കേട്ടോ. കാരണം ഈ സൈഡിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ നല്ല മനോഹരമായ രീതിയിൽ കുറേ സ്പേഷ്യസ് ആയിട്ടുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് നല്ല നാച്ചുറൽ ഗാർഡൻസും അതുപോലെ നാച്ചുറൽ പൂന്തോട്ടമൊക്കെ കൊടുത്തിട്ടുണ്ട്. അതായത് ഇവിടെ നമുക്കൊരു കണ്ടില്ലേ നല്ലൊരു അത്തിമരമൊക്കെ ഉണ്ട്, നല്ല സൂപ്പർ ആയിട്ടുള്ളത്. ഈ സൈഡിൽ നിന്ന് നോക്കി കാണുമ്പോഴത്തേക്കും ഈ ബെഡ്റൂമിൽ നിന്ന് നമ്മൾ നോക്കുമ്പോൾ തന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഏകദേശം ഒരു വ്യൂ ഇവിടെ നിന്ന് തന്നെ കാണാൻ പറ്റുന്ന വളരെ മനോഹരമായിട്ടുള്ളൊരു ഏരിയ തന്നെ ഈ സൈഡിലേക്ക് കൊടുത്തിരിക്കുന്നു. ഡൈനിങ് ഏരിയയിൽ നിന്ന് നമ്മൾ കിച്ചണിലേക്ക് കയറുമ്പം കിച്ചൺ എന്ന് പറയുന്നത് പടർന്ന് പന്തലിച്ച് കിടക്കുന്ന ഒരു വൻപൻ കിച്ചൺ. അതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അതല്ലേ നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ ഏരിയ. ആ സൈഡിലേക്ക് നമുക്ക് അവിടെ ഒരു ഡൈനിങ് ഏരിയ അല്ല, നമുക്ക് ഈ സൈഡിലേക്ക് ഡൈനിങ് ടേബിൾ കിട്ടുന്നുണ്ട്. ഈ സൈഡിലേക്ക് നമുക്ക് വേണമെങ്കിൽ ഡൈനിങ് ഏരിയ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന അത്രമാത്രം സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ്. ഈ സൈഡിലേക്ക് നല്ല ഈ ഓപ്പൺ ടൈപ്പ് കിച്ചണൊക്കെ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്ത് മോഡിഫൈ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കിച്ചണാണ് കേട്ടോ. ഈ സൈഡിലേക്ക് ഒരുപാട് സ്റ്റോറേജ് സ്പേസുകൾ കൊടുത്തിട്ടുണ്ട്. ഈ സൈഡിലേക്ക് കിച്ചൻ്റെ സ്ലാബ് അതുപോലെ തന്നെ ആ ഏരിയ എല്ലാം കൊടുത്തിട്ടുണ്ട്. എക്സോസ്റ്റ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതൊക്കെ പഴയ ഓൾഡ് മോഡലാണ്, പഴയ തടിയാണ്. ഈൽഡൊക്കെ നിൽക്കും. വേറെ തടസ്സങ്ങളോ കാര്യങ്ങളോ കംപ്ലയിൻസോ ഒന്നും ഇല്ലെങ്കിലും ഇന്നത്തെ രീതിയിലേക്കുള്ള ഒരുപാട് മാറ്റങ്ങൾ ഇവിടെയൊക്കെ മാറ്റിയെടുത്തു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറഞ്ഞില്ല നല്ലൊരു ഗസ്റ്റ് ഹൗസ് ആയിട്ട് വാടകയ്ക്ക് കൊടുക്കാൻ ഇത്രയും നല്ലൊരു പ്രോപ്പർട്ടി. കാരണം അതിൻ്റെ ഏരിയയാണ് ഏറ്റവും നല്ല അടിപൊളി ഒരു ഏരിയയാണ് ഈ ഏരിയ. കിച്ചണിൽ നിന്ന് നമുക്ക് ഈ സൈഡിലേക്ക് ഒരു വർക്ക് ഏരിയ കൊടുത്തിട്ടുണ്ട്. വർക്ക് ഏരിയയിൽ നല്ല അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള വർക്ക് ഏരിയ. അതുപോലെ ഇവിടെ ഇന്ത്യയിൽ കാര്യങ്ങളൊന്നും ചെയ്തിട്ടില്ല, നമ്മളത് പഴയ സ്ലാബൊക്കെയാണ് ഇട്ടിട്ടുള്ളത്. അതിനെയൊക്കെ നമ്മൾ എടുത്തൊന്ന് മോഡിഫൈ ചെയ്യേണ്ടി വരും. ഇനി വർക്ക് ഏരിയയിൽ നിന്ന് നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനായിട്ട് നമുക്കിനി ശരിക്കും ഈ പണ്ട് കാലത്തെ വിറകടുപ്പൊക്കെ, ഇപ്പോൾ ഗ്യാസിനൊക്കെ വില കൂടിയോണ്ട് ഒരുപാട് ആളുകൾ വിറകിലേക്ക് വന്നിട്ടുണ്ട്. അത്തരക്കാർക്കും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ ചെറിയൊരു അടുപ്പൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ നമുക്ക് പുറത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴിയും കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്നാലും നമുക്ക് ഈ ഗാർഡനിങ് ഏരിയയൊക്കെ ഒറ്റ ഫ്രെയിമിൽ തന്നെ കാണാൻ പറ്റും. അപ്പം നല്ല കാറ്റും വെളിച്ചവും കയറുന്ന പ്രോപ്പർട്ടി ആയിട്ട് തന്നെ നമുക്കൊരു പോസിറ്റിവിറ്റി ഈ പ്രോപ്പർട്ടിയുടെ ഏത് വശത്ത് നിന്നാലും നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ കിച്ചണിൽ ഇത്രയും സ്ഥലം കൂടാതെ തന്നെ നമുക്കൊരു സ്റ്റോറേജ് സ്പേസിൻ്റെ സ്ഥലം കൂടി കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഒരു സ്റ്റോറേജ് സ്പേസും കൊടുത്തിരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഡൈനിങ് ഏരിയയിലേക്ക് നമുക്ക് 2 എൻട്രൻസ് പോലെയുണ്ട്. ശരിക്കും ഫ്രണ്ടിൽ നിന്നും കയറി വരാൻ നമുക്ക് ഇതുവഴി വേണമെങ്കിൽ താഴെ ഇറങ്ങാം. താഴെ ഇറങ്ങുമ്പോഴത്തേക്ക് നമുക്ക് ഈ ഡൈനിങ് ഏരിയയിൽ നമ്മൾ താഴേക്ക് ഇറങ്ങുന്ന സ്ഥലത്ത് തന്നെ ഒരു ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അതും അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂമാണ്. താഴെ ഇറങ്ങുമ്പോൾ കാർ പാർക്കിംഗ് ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് ഇതുവഴി കയറി വരാം. അവിടെ അപ്പുറത്ത് 2 വലിയ ബെഡ്റൂം കൂടി കൊടുത്തിട്ടുണ്ട്. ഈ ബെഡ്റൂമിലേക്ക് കയറുമ്പോഴും നമുക്ക് അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഇതിൻ്റെ ബാത്റൂം സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് താഴെ ഒരെണ്ണം കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്രൗണ്ട് ഫ്ലോറിലേക്ക് നമുക്ക് ഇറങ്ങുമ്പോൾ ഏകദേശം 2 ബെഡ്റൂം ഇവിടെ ഉണ്ട്. പിന്നെ ഡ്രൈവേഴ്സ് റൂമായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന 2 ബെഡ്റൂം. ടോട്ടൽ ശരിക്കും താഴത്തെ ഫ്ലോർ 2 അല്ല കേട്ടോ, 4 ബെഡ്റൂം. അപ്പോൾ 8 ബെഡ്റൂമുള്ള ഏകദേശം ഉണ്ടെന്നുള്ളത് കറക്റ്റാണ്. ആ സൈഡിലേക്ക് 2 ബെഡ്റൂം. നമുക്ക് ഇവിടെ 2 വണ്ടി അനായാസനം പാർക്ക് ചെയ്യാം. ഈ ഗസ്റ്റ് ഹൗസ് ആയിട്ടൊക്കെ ഉപയോഗിക്കാനും വീടായിട്ട് ഉപയോഗിക്കാനും ലക്ഷറി ഹൗസിൽ ഉപയോഗിക്കുന്നവർക്കൊക്കെ ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയൊക്കെ നമുക്ക് ഡ്രൈവേഴ്സോ ഗസ്റ്റോ ആര് വന്നാലും ശരി ഇവിടെ നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം. ഇതുവഴി നമുക്ക് കയറി പോകും. ലിഫ്റ്റ് സൗകര്യം വേണമെങ്കിൽ അത് നമുക്ക് വെക്കാനുള്ള പ്രൊവിഷൻ ഉണ്ട്. ഇവിടെ 2 നല്ല അടിപൊളി വൈഡ് ആയിട്ടുള്ള 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. ആ സൈഡിലേക്ക് 2 ബെഡ്റൂം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഏത് രീതിയിലും ഏത് സൈഡിൽ നിന്ന് വേണമെങ്കിലും നമുക്ക് എൻട്രൻസ് ഉള്ള ഒരു പ്രോപ്പർട്ടി ആയിട്ടാണ് ഇത് വരുന്നത്. ഇപ്പോൾ ഫസ്റ്റ് ഫ്ലോറിൽ നമുക്ക് ഏകദേശം താഴേക്കുള്ള എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. മുകളിലേക്ക് ശരിക്കും ഇത് കുട്ടികളെ പഠിപ്പിക്കാൻ പോലെ പറയുന്ന വെച്ചാൽ വീഡിയോ കാണുന്നവർക്ക് ഇതിൻ്റെ എല്ലാ വശങ്ങളും മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ എടുക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറി വരുമ്പോൾ ഏകദേശം 2 ബെഡ്റൂമുകളാണ് കൊടുത്തിട്ടുള്ളത്. 2 ബെഡ്റൂം ബാൽക്കണി ഏരിയ ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്റ്റെയർകേഴ്സ് കംപ്ലീറ്റും തേക്കത്തടിയിലും അതുപോലെ തന്നെ മെറ്റലിലാണ് കൊടുത്തിട്ടുള്ളത്. ഫ്ലോർ കംപ്ലീറ്റും മൊസൈക്കാണ് കൊടുത്തിരിക്കുന്നത്. മുകളിലേക്ക് കയറി വരുമ്പോഴത്തേക്കില്ല നല്ല രീതിയിൽ വെട്ടമൊക്കെ കിട്ടാൻ വേണ്ടി അന്നത്തെ കാലത്ത് നല്ലൊരു പർഗോളായി കൊടുത്തിട്ടുണ്ട്. ആവശ്യത്തിൽ കൂടുതൽ സേഫ്റ്റി ആയിട്ടാണ് ഇത്രയും ഹൈറ്റ് നല്ല ടെമ്പേർഡ് കമ്പിയൊക്കെയാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ. പണ്ടത്തെ കാലത്ത് സേഫ്റ്റിക്ക് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കൊണ്ട് തന്നെ
അതുകൊണ്ടായിരിക്കാം ഈ വീടും ഇത്രയും നല്ല ക്വാളിറ്റിയിൽ പണിഞ്ഞിരിക്കുന്നത്. മുകളിലത്തെ ഫ്ലോറിലേക്ക് കയറിയുമ്പോൾ ഫസ്റ്റ് ബെഡ്റൂമിലേക്ക് കയറുമ്പോൾ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയാൻ പറ്റുന്ന രീതിയിലേക്ക് നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസാണ് കൊടുത്തിട്ടുള്ളത്. ഇന്ത്യയിൽ ഡിസൈൻ ഒന്നും അധികമൊന്നും ചെയ്തിട്ടില്ല, പക്ഷേ സ്റ്റോറേജ് സ്പേസുകളെല്ലാം തന്നെ കംപ്ലീറ്റ് ആയിട്ടും ചെയ്തിട്ടുണ്ട്. ഇവിടെ നിന്നാൽ നമുക്ക് ഈ ബെഡ്റൂമിൽ കിടക്കുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം ഫ്രണ്ടിൽ കാണുന്നത് ഇതിന് ഏറ്റവും വലിയ എല്ലാ ബെഡ്റൂമുകളിലും നമ്മൾ നിൽക്കുമ്പോൾ നല്ല വ്യൂ എന്നുള്ള ഫ്രണ്ടും അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ ഫ്രണ്ടേജും ഒക്കെ നല്ല വ്യൂ കിട്ടുന്ന തരത്തിലേക്കാണ് ഇതിന്റെ ഒരു കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി തന്നെയാണ് ഈ ബെഡ്റൂമും കൊടുത്തിരിക്കുന്നത്. ബാത്റൂം സൈസ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം സൈസ്, ഒരു പ്രീമിയം രീതിയിലാണ് ഈ ബെഡ്റൂമിന്റെ ബാത്റൂം ഒക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ. പക്ഷേ പഴയകാല അന്നത്തെ കാലത്ത് ഏറ്റവും നല്ല മെറ്റീരിയൽ ചെയ്തു എന്നുള്ളതാണ് ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. അപ്പോൾ ഈ സൈഡിലേക്ക് നമുക്ക് വാഷ് ബേസിനെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ സൈഡിലേക്ക് പിന്നെ ഇന്നത്തെ ഇന്ത്യയിൽ ഒക്കെ ചെയ്ത് നമുക്ക് ബാത്റൂംസിനൊക്കെ ഏത് മോഡലിലും ആക്കാനുള്ള സ്ഥല സൗകര്യത്തിന്റെ കാര്യത്തിൽ യാതൊരു തടസ്സവും ഇല്ല എന്നുള്ളതാണ് ഇതിന്റെ അഡ്വാൻറ്റേജ്. മുകളിലത്തെ ഫ്ലോറിലെ രണ്ടാമത്തെ ബെഡ്റൂം കയറുമ്പോഴും നല്ല ഹെവി ആയിട്ടുള്ള ബെഡ്റൂം സൈസ് കേട്ടോ. ബെഡ്റൂം സൈസ് ഒന്നും ആരും കംപ്ലൈന്റ് പറയില്ല, അത്രയും നല്ല വലിപ്പമുള്ള ബെഡ്റൂം സൈസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. ഇവിടെയും നല്ല മനോഹരമായൊരു വിൻഡോയെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാലും നമുക്ക് ഏകദേശം ഫ്രണ്ടേജ് ഓൾമോസ്റ്റ് ഒക്കെ കാണാൻ പറ്റും. പക്ഷേ നമ്മളെ ഫലവൃക്ഷ തൈകളൊക്കെ നമുക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റും. ഈ ഒരു വിൻഡോ ഒക്കെ തുറന്നിട്ട് നല്ല കാറ്റാണ് ഇവിടെ താഴെ, നല്ല കാറ്റും വെളിച്ചവും കയറുന്ന പ്രോപ്പർട്ടി. ഈ സൈഡിലേക്കും നല്ലൊരു സ്റ്റോറേജ് സ്പേസുകളെല്ലാം കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടാണ് ഈ ബെഡ്റൂമും കൊടുത്തിട്ടുള്ളത്. ഇവിടെ കുറച്ച് പെയിന്റിങ്ങിന്റെ ഒക്കെ പ്രശ്നമുണ്ട്, അതൊക്കെ നമുക്ക് അടഞ്ഞു കിടക്കുന്നതുകൊണ്ടാണ്. ബാത്റൂമിൽ കയറുമ്പോൾ നല്ല ഹെവി ആയിട്ടുള്ള ബാത്റൂം സൈസ്, ഇതും നല്ല പ്രീമിയം രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. അത് ബാത്റൂമിന്റെ ഇന്റീരിയലായാലും അതുപോലെ ഈ സൈഡിലേക്കൊക്കെ നല്ലൊരു എന്താ പറയുക വാഷ് ബേസിനും ആ ഒരു ഒക്കെ കൊടുത്തിട്ടുണ്ട്. വളരെ മനോഹരമായ രീതിയിൽ ഏത് രീതിയിലും ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റാണ്ട് പണ്ടത്തെ കാലം കണ്ടില്ലേ, ഇതൊക്കെ പണ്ടൊക്കെ നമുക്ക് ഡ്രസ്സൊക്കെ ഇടാൻ പറ്റുന്ന തടിയിലൊക്കെ നിർമ്മിച്ചിട്ടുള്ള ഒരുപാട് നല്ല നല്ല കാഴ്ചകളൊക്കെ കാണാൻ പറ്റും ഇവിടെ വന്നാൽ. മുകളിലത്തെ ഫ്ലോറിൽ ഒരു കിഡിലെ ഒരു ബാൽക്കണി ഏരിയ ഉണ്ട് കേട്ടോ. ബാൽക്കണി ഏരിയ നല്ല പീസ്ഫുൾ ആയിട്ടുള്ള ഏരിയ. പക്ഷേ ഇവിടെ ഇങ്ങനെ ഷീറ്റ് ഇട്ടിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ മാറ്റിയിട്ട് നമുക്ക് ശരിക്കും ഒരു ഗ്ലാസ് ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ കിട്ടിലും വൈബാക്കി മാറ്റാൻ പറ്റും. ഈ ഒരു ബാൽക്കണി ഏരിയ എന്ന് കഴിഞ്ഞാൽ ഈ പ്രോപ്പർട്ടിയുടെ ഫസ്റ്റ് മുതൽ ലാസ്റ്റ് എൻഡ് വരെ നമുക്ക് ഒറ്റ ഫ്രെയിമിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു ബാൽക്കണി ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടുത്തെ കാഴ്ച എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ. കാരണം സൈഡിൽ ഞാൻ പറഞ്ഞില്ല, ഇതിന് തൊട്ടടുത്തായിട്ട് റിവറൊക്കെ ഉള്ളൊരു സ്ഥലമായതുകൊണ്ട് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു പീസിൽ ഇവിടുത്തെ ഏറ്റവും വലിയ, ഞാൻ വീണ്ടും നിങ്ങളെടുത്ത് പറയുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്യാൻ ചിന്തിക്കുന്നവർക്ക് ഫ്യൂച്ചർ ഇൻവെസ്റ്റ്മെൻറ്റ് പറ്റിയ സ്ഥലമാണ്. കാരണം ഇവിടെ ഏകദേശം 200 കോടി രൂപ കണ്ട ഒരു വൺ ടൂറിസം പദ്ധതിയാണ് ഇപ്പം ഡിക്ലെയർ ചെയ്തിട്ടുള്ളത്. അത് ഓൾമോസ്റ്റ് കൺസ്ട്രക്ഷൻ്റെ ഫസ്റ്റ് സ്റ്റേജിലോട്ടായിട്ടുണ്ട്. അപ്പോൾ ഒരു 4-5 വർഷം കഴിയുമ്പോഴത്തേക്ക് ഇവിടെ നല്ല ഡെവലപ്പിംഗ് ആവുന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട. ഈ പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യുന്നവർക്ക് നമുക്ക് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കല്ലേ മനോഹരമായി നമ്മുടെ മുറ്റമെല്ലാം നല്ല രീതിയിൽ കാണാൻ പറ്റുന്ന രീതിയിലേക്കാണ് ഇതിൻ്റെ ഒരു കൺസ്ട്രക്ഷൻ പാറ്റേൺ ഉള്ളത്. ഏകദേശം എന്താ ഈ കാണുന്ന ഇത്രയും വൈഡ് റോഡ് ഫ്രണ്ടേജ് ആയിട്ടുള്ള ഒരു 25-28 മീറ്ററോളം റോഡ് ഫ്രണ്ടേജുള്ള പ്രോപ്പർട്ടി ഞാൻ ആദ്യമേ പറഞ്ഞു. ഈ സൈഡിൽ ആ കാണുന്നതാണ് നമ്മുടെ വീട്. ഈ സൈഡിലേക്ക് കിടക്കുന്ന നമുക്ക് 2 പ്ലോട്ടായിട്ട് വേണമെങ്കിൽ വിൽക്കാം, അല്ലെങ്കിൽ ഇവിടെ ഗാർഡനിങ് ഏരിയ ചെയ്യാം, അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ആക്ടിവിറ്റീസിനൊക്കെ എന്തെങ്കിലുമൊക്കെ വേണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഇതിനകത്താണ് ഫ്രൂട്ട്സ് പ്ലാന്റേഷൻ്റെ കലവറ. കോർപ്പറേഷൻ വാട്ടറും അതുപോലെ കിണറും ഉള്ളത് കൊണ്ട് തന്നെ വെള്ളത്തിനൊന്നും യാതൊരു തടസ്സമോ, ഏത് കാലാവസ്ഥയിൽ അനായാസനം വെള്ളം കിട്ടുന്ന ഒരുപാട് ഓപ്ഷൻസോട് കൂടിയിട്ടുള്ള ഒരു നല്ലൊരു പ്രോപ്പർട്ടി ആണ് ഈ പ്രൊഫഷൻ. ഈ കണ്ടില്ല, ഈ കാണുന്ന നല്ല കോട്ടോക്കണം മാവ്, പ്ലാവ്, തെങ്ങ്, റംബുട്ടാൻ എന്ന് വേണ്ട എല്ലാ കൂവളം, അതുപോലെ തന്നെ കണ്ടില്ലേ ബോറും ഉണ്ട് കിണറും ഉണ്ട് കേട്ടോ. അപ്പോൾ ഏത് രീതിയിലും വെള്ളത്തിൻ്റെ വാട്ടർ സോഴ്സ് എന്ന് പറഞ്ഞാൽ ഗംഭീരമായിട്ടുള്ള വാട്ടർ സോഴ്സ് ഉള്ളൊരു പ്രോപ്പർട്ടി. ഈ സൈഡിലേക്കൊക്കെ നമുക്ക് ഒരുപാട് ഫലവൃക്ഷ തൈകൾ നട്ടിട്ടുണ്ട്. അതുകൊണ്ട് നല്ല രീതിയിൽ നല്ല ഗാർഡനിങ് ഏരിയയും അതുപോലെ തന്നെ നല്ല ഒരു പീസ്ഫുൾ ഏരിയ ഒക്കെ ആഗ്രഹിക്കുന്നവർക്കൊക്കെ നന്നായിട്ട് പർച്ചേസ് ചെയ്യാൻ പറ്റിയ നല്ലൊരു പ്രോപ്പർട്ടി. ഞാൻ പറഞ്ഞു 37 സെൻറ്റ് സ്ഥലമാണ്. ഇനി നിങ്ങൾക്ക് വേണ്ട, നിങ്ങൾക്ക് ഏകദേശം 1 ഏക്കറുള്ള സ്ഥലം വേണമെങ്കിൽ നമ്മൾ 1 ഏക്കർ പോകണമെങ്കിൽ ഇതിനെ സെറ്റ് ചെയ്യാൻ പറ്റും. ഓൾമോസ്റ്റ് ഏകദേശം 1 ഏക്കറിന് പുറത്തുള്ള സ്ഥലമാണ്. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ നിലവിൽ കൊടുക്കുന്നത് 37 സെൻറ്റ് സ്ഥലം, 6000 സ്ക്വയർ ഫീറ്റ്, 8 ബെഡ്റൂം ആയിട്ടുള്ള ഈ കാണുന്ന എല്ലാ പ്രോപ്പർട്ടി, അതായത് ഈ കാണുന്ന ഫലവൃക്ഷ തൈകളോടുകൂടിയിട്ടുള്ള ഈ പ്രോപ്പർട്ടിക്ക് ഉദ്ദേശിക്കുന്ന വില എന്ന് പറയുന്നത് ഒരു നിസ്സാര വിലയായിട്ട് നിങ്ങൾ കണ്ടാൽ മതി. 2,90,00,000 രൂപ നെഗോഷ്യബിൾ. നിങ്ങൾക്ക് പ്രോപ്പർട്ടി പർച്ചേസ് ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കാണുന്ന നമ്പറിലേക്ക് വിളിക്കുക. വീഡിയോ കാണുന്ന എല്ലാവരും തന്നെ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടിയാണ് ശ്രമിക്കുക.